യുവാക്കളുടെ ഹരമായ നിമിഷ ബിജു ഷക്കീലയെ പോലും കടത്തിവെട്ടുന്ന പ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചാനലിൽ ഒരു സ്ത്രീ ഈ നിമിഷയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത് കാണാനിട വന്നു. കക്ഷമാണ് അവരുടെ സംസാര വിഷയം. കക്ഷം തുറന്നു കാട്ടി എൻ്റെ കക്ഷത്തിന് എന്താണ് കുഴപ്പം, പലരും ഇത് കാണാൻ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ഇരുന്നങ്ങ് വിളമ്പുകയാണ്. ഇത് കണ്ടിട്ട് എൻ്റെ തൊലി ഉരിഞ്ഞ് ഇറങ്ങിപ്പോയി. എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വന്നത്. ഇത്തരത്തിലുള്ള സ്ത്രീകൾ ധാരാളമുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ തുണിയുള്ളതും ഇല്ലാത്തതുമായ പലതരത്തിലുള്ള പ്രകടനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ വിഷയം ഇതൊന്നുമല്ല, ഇതൊരു നിമിഷയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇത്തരത്തിലുള്ള സ്ത്രീകളെ തടയാനായിട്ട് പറ്റുന്ന ശക്തമായ നിയമം നമ്മുടെ രാജ്യത്ത് ഇന്നില്ല. ഏതാണിനും പെണ്ണിനും എന്തും കാണിക്കാം, ഒന്നിച്ച് ജീവിക്കാൻ, എന്തും ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിയമമാണ് നമുക്കുള്ളത്. അപ്പോൾ വീട്ടിലെ പെണ്ണുങ്ങളോട് ഒരു കാര്യം, നിങ്ങളുടെ ഭർത്താക്കന്മാരെ സൂക്ഷിക്കുക, നിങ്ങളുടെ ആൺമക്കളെ സൂക്ഷിക്കുക. സ്വസ്ഥമായ ഒരു കുടുംബജീവിതം നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം 1000 നിമിഷമാർ തുണിയൂരാൻ വെമ്പി നിൽക്കുന്ന ഈസി മണിക്ക് വേണ്ടിയിട്ട് എവിടം വേണേലും പൊക്കി കാണിക്കാൻ തയ്യാറായ ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതം തകരാതെ നോക്കുക. എന്നെ കേൾക്കുന്ന പുരുഷന്മാരോടും പറയുകയാണ്, അവസാന കാലത്ത് നിങ്ങൾക്ക് വെള്ളം തരാൻ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ കാണത്തുള്ളൂ. ഇതുപോലുള്ള നിമിഷമാരൊന്നും വന്ന് വായിൽ വെള്ളം ഒഴിച്ച് തരത്തില്ല. അങ്ങനെ ഒപ്പം നിൽക്കാൻ, നിങ്ങൾക്ക് സ്നേഹവും പരിചരണവും തരാനായിട്ട് ഒരു സ്ത്രീ നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കിട്ട് പണി കൊടുത്തിട്ട് ഇതുപോലുള്ള പന്നത്തികളുടെ പുറകെ പോകാതിരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. മറ്റ് കൂടുതൽ തത്വചിന്തകളൊന്നും ഇപ്പോൾ മനസ്സിൽ വരുന്നില്ല. ഇപ്പോൾ ഒരു വീഡിയോ കാണാനിട വന്ന് ആ വീഡിയോ കാണിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ഈ നിമിഷ ബിജു ആരാണെന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അവളുടെ ലീലാവിലാസങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ചെറിയ മക്കൾ പോലും ഇപ്പോൾ യൂട്യൂബും എല്ലാം എടുത്ത് നോക്കുന്നവരാണ്. ബൈ ചാൻസിൽ കാണാനിട വരും. അപ്പോൾ വീട്ടിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഒരുപാടുണ്ട്. ഒരു നിമിഷ തന്നെയല്ല ഇപ്പോൾ ഉള്ളത്. കാശുണ്ടാക്കാനായിട്ട് ഇതുപോലെ എവിടം വേണേലും പൊക്കി കാണിക്കാൻ തയ്യാറായ ഒരുപാട് സ്ത്രീകളുണ്ട്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ അങ്ങനെ ആയി പോകുന്നവരായിരിക്കാം എന്ന് സമാധാനിക്കുന്നു. അല്ലാതെ എന്ത് പറയാൻ. ഇപ്പോൾ അവരെ വേറെ ഒന്നും പറയാൻ എനിക്ക് അവരെ കുറിച്ച് അറിയില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിക്കുക. നല്ലൊരു ജീവിതം വേണം എന്നുണ്ടെങ്കിൽ. അല്ല എങ്കിൽ അങ്ങ് ചെന്ന് കയറി കൊടുക്കുക. അത്രേ ഉള്ളൂ.